ഹായ് ഫോക്സ്, വെൽക്കം ടു എസ് കെ റാൻസ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ഉദ്ദേശം, വിലായത്ത് ബുദ്ധ എന്നുള്ള പൃഥ്വിരാജ് സ്റ്റാർ പടം ഇന്ന് രാവിലെ റിലീസായിരുന്നു. അപ്പോൾ അത് കാണാൻ പോയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊരു ഷോർട്ട് റിവ്യൂ ആൻഡ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഈ പടം വിലായത്ത് ബുദ്ധ ഇത് ഡെബ്യൂട്ടൻറ്റ് ഡയറക്ടർ ആയിട്ടുള്ള സച്ചിയുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ജയൻ നമ്പ്യാർ ആണ് ഇതിൻ്റെ ഡയറക്ടർ. സ്റ്റാറിങ് പൃഥ്വിരാജ്, പിന്നെ അതർ കാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഷമി തിലകൻ, പ്രേംവദ കൃഷ്ണൻ, പിന്നെ സുരാജ് വെഞ്ഞാറമൂട് ഒരു ചെറിയൊരു റോളുണ്ട്, പിന്നെ അനൂപ് മോഹൻ ഒരു കൺസിഡറബിൾ സ്ക്രീൻ ടൈമുള്ള ഒരു റോളാണ്, പിന്നെ രാജശ്രീ ആൻഡ് സം അതർ ഫർദർ ആക്ടേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാസ്റ്റ്. ഇതിൻ്റെ മ്യൂസിക് ജെയ്ക്സ് ബിജോയാണ് ചെയ്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാട്ടുകളുണ്ട്. നോട്ട് വെരി ക്യാച്ചി ബട്ട് ഇറ്റ്സ് ഫൈൻ. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രൂ എന്ന് പറയുന്നത്. സോ വിലായത്ത് ബുദ്ധ ഇതിൻ്റെ ട്രെയിലർ ഒരു 2 ആഴ്ച മുമ്പ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ഇത് ബേസ്ഡ് ഓൺ ഒരു നോവൽ എന്നുള്ളതാണ്. സെയിം പേര്, വിലായത്ത് ബുദ്ധ എന്നുള്ള പേരിലുള്ള ഒരു നോവൽ ബേസ്ഡ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ കണ്ടത് GR ഗോപൻ എന്നുള്ള ഓതർ എഴുതിയിട്ടുള്ള വിലായത്ത് ബുദ്ധ എന്നുള്ളൊരു നോവൽ ബേസ് ചെയ്തിട്ടാണ് ഇത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ പടം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ആണ് ഇതിൻ്റെ ഹീറോ. ഡബിൾ മോഹൻ എന്നുള്ള ക്യാരക്ടർ ആണ് ഇതിനകത്ത് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ ഈ മറയൂർ ആ ഒരു ഏരിയയിൽ ഈ ചന്ദനക്കടത്ത് അല്ലെങ്കിൽ സാൻഡൽ സ്മഗ്ലിംഗ് ചെറിയ രീതിയിലൊക്കെ ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുന്ന അനുമോഹൻ്റെ ക്യാരക്ടർ, അനുമോഹൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറായിട്ട് ഷമി തിലകൻ ചെയ്തിട്ടുള്ള ഭാസ്കരൻ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ഇതിനകത്ത് ഈ പൃഥ്വിരാജൻ തന്നെ ടീച്ചറാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു മാഷാണ് ഭാസ്കരൻ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ബേസ്ഡ് ഓൺ ഒരു ചന്ദനമരം. അതായത് ഈ ഭാസ്കരൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ വീട്ടിൽ പുള്ളിക്കാരൻ നട്ടു വളർത്തിയിട്ടുള്ള ഒരു ചന്ദനമരം, അത് ഈ സ്മഗ്ലറായിട്ടുള്ള നമ്മുടെ ഡബിൾ മോഹൻ, അതായത് പൃഥ്വിരാജ് നോട്ടം പിടിക്കുകയും അപ്പോൾ അവര് ഇത് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഷമി തിലകന്റെ ക്യാരക്ടർ. അപ്പൊ ഇതാണ് മെയിൻ ഇതിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഇതാണ് മെയിൻ കോൺഫ്ലിക്റ്റ് എങ്കിലും ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് വരുന്ന കഥ ഭയങ്കര എന്താ പറയുക, ഒരു ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന അന്യായം, അനീതി, അല്ലെങ്കിൽ എന്താ പറയുക ബിലിറ്റ്ലിംഗ് എന്ന് പറയില്ലേ. ഇപ്പോൾ വേറെ എന്താ പറയുക, ഒരു ഇൻസിഡൻറ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് നടക്കുന്നുണ്ട് ഭാസ്കരൻ എന്നുള്ള ക്യാരക്ടറിന്, അതായത് ഷമി തിലകന്റെ ക്യാരക്ടറിന്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് വല്ലാത്ത എന്താ പറയുക, ഒരു ഷെയ്മിങ്, സൊസൈറ്റിയിൽ ഷെയ്മിങ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം, ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ ലൈഫിനെ തന്നെ കംപ്ലീറ്റ്ലി ഈ സൊസൈറ്റി പുള്ളിക്കാരനെ ഷട്ട് ഡൗൺ ചെയ്യുകയും അല്ലെങ്കിൽ അത് ആ ഒരു പേര് പറഞ്ഞു വിളിച്ച് നാറ്റിക്കുകയൊക്കെ ചെയ്യുന്നൊരു പരിപാടി, അതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് പുള്ളി ആ ഒരു ഷെയിമിൽ നിന്ന് സ്റ്റെം ചെയ്യുന്ന ഒരു ഇമോഷനാണ് പുള്ളിക്ക് ഈ ചന്ദനമരത്തിനോടുള്ള പ്രേമം. പുള്ളിക്കാരൻ അത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ പുള്ളിക്കാരൻ അത് മരിക്കുമ്പോൾ പുള്ളിക്കാരന് ഈ മരം വെട്ടി ദഹിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കഥയ്ക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസിക് പ്ലോട്ട് ലൈൻ. ഇതിനകത്ത് എനിക്ക് ശരിക്കും തോന്നിയത്, കഥയിൽ പൃഥ്വിരാജാണ് ഹീറോ എന്നുണ്ടെങ്കിലും ഷമി തിലകനാണ് ഇതിനകത്ത് മെയിനായിട്ട് ഷോ സ്റ്റീലർ എന്ന് പറയാവുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ എന്താ പറയുക, അന്യായമായിട്ടുള്ള ചില സീൻസ് എന്ന് വെച്ചാൽ അഭിനയം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ ശരിക്കും നമുക്ക് ഫീലാവും. അതിനകത്ത് ചില ഒരു ഭയങ്കര വൾനറബിൾ ആയിട്ട് പുള്ളിക്കാരൻ നിലത്ത് കിടക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അമ്മാതിരി പെർഫോമൻസ്. കുറേ കാലത്തിന് ശേഷം ഒരു ലിറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷമി തിലകന്റെ പെർഫോമൻസ്. ഈവൻ ഇമോഷൻസ് ആണെങ്കിലും ദേഷ്യമാണെങ്കിലും ആ ഒരു റോ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് അത് ശരിക്കും കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട് ഷമി തിലകന്റെ ക്യാരക്ടർ. അപ്പോൾ ഐ തിങ്ക് ഷമി തിലകനാണ് ഇതിൽ ഷോ സ്റ്റീലർ. പിന്നെ എനിക്ക് തോന്നിയത് പ്രേംവദ കൃഷ്ണൻ ചെയ്തിട്ടുള്ള പൃഥ്വിരാജിന്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വൈഫ് എന്നുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഇതിനകത്ത് വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം, പ്ലസ് ഇറ്റ്സ് ലൈക്ക് വെരി അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ളൊരു കഥാപാത്രം ആണ്.
അത് നമുക്ക് ഇതിനകത്ത് വേറെ എന്താ പറയുക ശരി തെറ്റ് എന്നുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഡെഫിനിഷൻസ് അല്ല. ഇറ്റ്സ് എ ഗ്രേ ഏരിയ മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, സ്പെസിഫിക്കലി ഈ പ്രേമതയുടെ ക്യാരക്ടർ. സോ അത് ഇതിൽ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര പവർഫുൾ ആയിട്ട് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ രാജുവേട്ടൻ്റെ നോക്കുകയാണെങ്കിൽ ഫാൻസിന് വേണ്ട അത്യാവശ്യം മാസ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എലവേഷൻ സീൻസ്. ബട്ട് പുള്ളിക്കാരൻ ഹാസ് ഡൺ ഇറ്റ് വെരി ഗുഡ്. ഐ മീൻ ലൈക്ക് ഓൾ ടുഗദർ പടത്തിന് വേണ്ട വിധത്തിൽ പുള്ളിക്കാരൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആക്ടർ ആസ് ആൻ ആക്ടർ ഹി ഹാസ് മെച്ചുവർഡ് മച്ച് ബിയോണ്ട് ദ ഓൾഡ് ടൈംസ്. എനിക്ക് തോന്നിയത് ഇതിനകത്ത് പണ്ട് കണ്ടിട്ടുള്ള ചില റോളുകളിൽ ചില ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. പുള്ളിക്കാരൻ പൃഥ്വിരാജും നവ്യ നായർ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു പടത്തിനകത്ത് പുള്ളിക്കാരൻ ഏകദേശം ഇതേമാതിരി ഒരു ഗെറ്റപ്പാണ്. ബട്ട് ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് ഇറ്റ്. ബട്ട് എന്താ പറയുക, ഈ ഡബിൾ മോഹൻ എന്നുള്ള ക്യാരക്ടറും വളരെ സോളിഡ് ആയിട്ട് തന്നെ പൃഥ്വിരാജ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊരു മാസ് എന്റർടൈനിങ് മൂവി എന്ന് ഓൾട്ടുഗദർ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർ നമുക്ക് ആ ഒരു ബുക്ക്, ഒരു നോവൽ വായിക്കുന്ന ഫീലാണ് ഈ പടത്തിന് കിട്ടുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് ഹൗ ഐ ഫെൽറ്റ്. സോ ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു ബുക്ക് GR ഇന്ദുഗോപൻ എഴുതിയ ഈ ബുക്ക് ഒന്ന് വായിച്ച് നോക്കണം, എങ്ങനെയുണ്ട്, ഹാവ് ദേ ഡൺ ജസ്റ്റിസ് ദ ബുക്ക് എന്നെനിക്ക് നോക്കണമെന്നുണ്ട്. നിങ്ങൾ ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബട്ട് എനിവേസ് ഇറ്റ്സ് എ ഗുഡ് വാച്ച്. വീക്കെൻഡ് കാണാൻ പറ്റിയ പടമാണ്. ഐ മീൻ ഫാമിലി ആയിട്ട് കാണാം. ദർ ആർ സം സീൻസ് വിച്ച് ആർ ലൈക്ക് വെരി റോ ആൻഡ് വെരി ഓപ്പൺലി ഷോൺ. ബട്ട് ദാറ്റ് ഇപ്പോൾ പഴയ 80s പടം കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ന്യൂ ഫോർ ദ മലയാളി ഓഡിയൻസ്. സോ അതാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി കണ്ടപ്പോൾ തോന്നിയത്. സോ എല്ലാവരും കണ്ടിട്ട് എന്താണ്, വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ് എന്നുള്ളത് കമൻസിൽ ഒന്ന് പറയാം. സോ ക്യാച്ച് യു നെക്സ്റ്റ് ടൈം. പീസ്.